ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ഈ അധ്യായത്തിൽ മൊത്തം 71 വാക്യങ്ങളുണ്ട്. യേശുവിനെ എങ്ങനെയാണ് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിക്കാൻ യൂദാസ് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിക്കുന്നതും, ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നതും, യേശു അവരോടൊത്ത് പെസഹ ഭക്ഷിക്കുന്നതും, നിങ്ങളിൽ വലിയവൻ എങ്ങനെയായിരിക്കണമെന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നതും, പണവും വാളും കരുതാൻ അവരോട് പറയുന്നതും, യേശു പത്രോസിനോട് നീ എന്നെ നിഷേധിക്കും എന്ന് പറയുന്നതും, പത്രോസ് യേശുവിനെ നിഷേധിക്കുന്നതും, യേശു ഗസ്തമനിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതും, അവിടെ വെച്ച് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതും, അവർ പിടിച്ചുകൊണ്ടു പോകുന്നതും, പരിഹസിക്കുന്നതും, ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ നിർത്തുന്നതുമായ ഭാഗങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പെസഹായുടെ മറ്റൊരു പേര്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. രണ്ടാമത്തെ ചോദ്യം, 22:2 വാക്യമനുസരിച്ച് ആരാണ് യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത്? പുരോഹിതന്മാരും നിയമജ്ഞരും. മൂന്നാമത്തെ ചോദ്യം, പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർ ആരെ ഭയപ്പെട്ടു? ജനങ്ങളെ. നാലാമത്തെ ചോദ്യം, സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്ന 12 പേരിൽ ഒരുവൻ ആര്? യൂദാസ്. അഞ്ചാമത്തെ ചോദ്യം, സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്ന 12 പേരിൽ ഒരുവനായ യൂദാസിൽ ആര് പ്രവേശിച്ചു? സാത്താൻ. ആറാമത്തെ ചോദ്യം, സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്ന 12 പേരിൽ ഒരുവനായ യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ എങ്ങനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത്? പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച്. ഏഴാമത്തെ ചോദ്യം, യൂദാസ് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് യേശുവിനെ എങ്ങനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ അവർ സന്തോഷിച്ച് യൂദാസിന് എന്തു കൊടുക്കാമെന്നാണ് വാഗ്ദാനം ചെയ്തത്? പണം. എട്ടാമത്തെ ചോദ്യം, ആരില്ലാത്തപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ജനക്കൂട്ടമില്ലാത്തപ്പോൾ. ഒമ്പതാമത്തെ ചോദ്യം, എന്തിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനമാണ് വന്നു ചേർന്നത്? പെസഹ കുഞ്ഞാടിനെ. പത്താമത്തെ ചോദ്യം, യേശു ആരെ അയച്ചുകൊണ്ടാണ് നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞത്? പത്രോസിനെയും യോഹന്നാനെയും. 11ാമത്തെ ചോദ്യം, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ എന്ന് യേശു പറഞ്ഞതിന് മറുപടിയായി പത്രോസും യോഹന്നാനും ചോദിച്ചത് എന്ത്? ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? 12ാമത്തെ ചോദ്യം, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് പത്രോസും യോഹന്നാനും യേശുവിനോട് ചോദിച്ചപ്പോൾ, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആര് നിങ്ങൾക്കെതിരെ വരുമെന്നാണ് യേശു പറഞ്ഞത്? ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരുമെന്ന്. 13ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. അവൻ പറഞ്ഞു, ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന ഡാഷിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക, വീട്ടിലേക്ക്. 14ാമത്തെ ചോദ്യം, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിൻ്റെ ഉടമസ്ഥനോട് എന്തു പറയുക എന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? 15ാമത്തെ ചോദ്യം, ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ് എന്ന് വീട്ടുടമസ്ഥനോട് പറയുമ്പോൾ അവൻ നിങ്ങൾക്ക് എന്തു കാണിച്ചു തരുമെന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി. 16ാമത്തെ ചോദ്യം,
ഉടമസ്ഥൻ സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി കാണിച്ചു തരുമ്പോൾ അവിടെ എന്തു ചെയ്യുക എന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്. അവിടെ ഒരുക്കുക എന്ന്, അതായത് അവിടെ പെസഹ ഒരുക്കുക എന്ന്. 17-ാമത്തെ ചോദ്യം. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. അവർ ആര്? പത്രോസും യോഹന്നാനും. 18-ാമത്തെ ചോദ്യം. 22-14 വാക്യമനുസരിച്ച് എപ്പോഴാണ് യേശു ഭക്ഷണത്തിന് ഇരുന്നത്? സമയമായപ്പോൾ. 19-ാമത്തെ ചോദ്യം. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിന് ഇരുന്നു. അവനോടൊപ്പം ഡാഷ് അപ്പസ്തോലന്മാരും. 20-ാമത്തെ ചോദ്യം. എന്തിനു മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? പീഡ അനുഭവിക്കുന്നതിന് മുമ്പ്. 21-ാമത്തെ ചോദ്യം. എവിടെ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാനിനി ഭക്ഷിക്കില്ല എന്നാണ് യേശു പറഞ്ഞത്? ദൈവരാജ്യത്തിൽ. 22-ാമത്തെ ചോദ്യം. യേശു പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞത് എന്ത്? ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. 23-ാമത്തെ ചോദ്യം. യേശു പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്ത്? ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. 24-ാമത്തെ ചോദ്യം. യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തത് എന്ത്? ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. 25-ാമത്തെ ചോദ്യം. അത്താഴത്തിന് ശേഷം യേശു പാനപാത്രം എടുത്തുകൊണ്ട് അരുൾ ചെയ്തത് എന്ത്? ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. 26-ാമത്തെ ചോദ്യം. യേശുവിനെ എന്തു ചെയ്യുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെ ഉണ്ട് എന്നാണ് യേശു പറഞ്ഞത്? യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ. 27-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്. ഡാഷ് പോലെ മനുഷ്യപുത്രൻ പോകുന്നു, നിശ്ചയിക്കപ്പെട്ടതുപോലെ. 28-ാമത്തെ ചോദ്യം. യേശുവിനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് എന്ത് എന്നാണ് യേശു പറഞ്ഞത്? ആ മനുഷ്യന് ദുരിതം എന്ന്. 29-ാമത്തെ ചോദ്യം. 22-23 വാക്യമനുസരിച്ച് അപ്പസ്തോലന്മാർ എന്താണ് പരസ്പരം ചോദിക്കാൻ തുടങ്ങിയത്? തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന്. 30-ാമത്തെ ചോദ്യം. 22-24 വാക്യമനുസരിച്ച് അപ്പസ്തോലന്മാരുടെ ഇടയിൽ ഉണ്ടായ തർക്കം എന്താണ്? തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം. 31-ാമത്തെ ചോദ്യം. ആരുടെ മേൽ രാജാക്കന്മാർ അവരുടെ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? വിജാതിയരുടെ മേൽ. 32-ാമത്തെ ചോദ്യം. തങ്ങളുടെ മേൽ എന്തുള്ളവരെയാണ് വിജാതിയർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നത് എന്നാണ് യേശു പറഞ്ഞത്? അധികാരമുള്ളവരെ. 33-ാമത്തെ ചോദ്യം. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരെപ്പോലെ ആയിരിക്കണമെന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? ഏറ്റവും ചെറിയവനെപ്പോലെ. 34-ാമത്തെ ചോദ്യം. നിങ്ങളിൽ അധികാരമുള്ളവൻ ആരെപ്പോലെ ആയിരിക്കണമെന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? ശുശ്രൂഷകനെപ്പോലെ. 35-ാമത്തെ ചോദ്യം. നിങ്ങളിൽ എന്തുള്ളവൻ ശുശ്രൂഷകനെപ്പോലെ ആയിരിക്കണമെന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? അധികാരമുള്ളവൻ. 36-ാമത്തെ ചോദ്യം. ആരാണ് വലിയവൻ എന്ന് ചോദിച്ചുകൊണ്ട് യേശു ചോദിച്ച ചോദ്യം എന്ത്? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? 37-ാമത്തെ ചോദ്യം. ആരാണ് വലിയവൻ എന്ന് ചോദിച്ചുകൊണ്ട് ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ എന്ന് യേശു ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി യേശു തന്നെ പറഞ്ഞ മറുപടി എന്ത്? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ. 38-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ ഡാഷ് പരിചരിക്കുന്നവനെ പോലെയാണ്.
39 ചോദ്യം. എപ്പോഴൊക്കെ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? യേശുവിൻ്റെ പരീക്ഷകളിൽ. 40 ചോദ്യം. എൻ്റെ പിതാവ് എനിക്ക് എന്ത് കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ. 41 ചോദ്യം. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ എവിടെ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. എൻ്റെ രാജ്യത്തിൽ. 42 ചോദ്യം. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ എവിടെ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. സിംഹാസനങ്ങളിലിരുന്ന്. 43 ചോദ്യം. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ സിംഹാസനങ്ങളിലിരുന്ന് എന്ത് ചെയ്യുന്നതിന് വേണ്ടി അത്രേ എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. 44 ചോദ്യം. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു എന്ന് യേശു അപ്പസ്തോലന്മാരോട് പറയാനുള്ള കാരണം എന്ത്? നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ. 45 ചോദ്യം. പൂരിപ്പിക്കുക. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഡാഷ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, ഗോതമ്പ് പോലെ. 46 ചോദ്യം. നിന്റെ എന്ത് ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് യേശു ശിമയോനോട് പറഞ്ഞത്. ശിമയോൻ്റെ വിശ്വാസം. 47 ചോദ്യം. തിരിച്ചു വന്ന് ആരെ ശക്തിപ്പെടുത്തണമെന്നാണ് യേശു ശിമയോനോട് പറഞ്ഞത്? നിന്റെ സഹോദരരെ. 48 ചോദ്യം. ശിമയോൻ കർത്താവിനോടുകൂടെ എങ്ങോട്ട് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്? കർത്താവിനോടുകൂടെ കാരാഗൃഹത്തിലേക്ക്. 49 ചോദ്യം. നീ എന്നെ അറിയുകയില്ല എന്ന് എത്ര പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല എന്നാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞത്? 3 പ്രാവശ്യം. 50 ചോദ്യം. എന്തൊക്കെ ഇല്ലാതെ നിങ്ങളെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ എന്നാണ് കർത്താവ് അപ്പസ്തോലന്മാരോട് ചോദിച്ചത്? മടിശീലയോ ഭാണ്ഡമോ ചെരിപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ. 51 ചോദ്യം. 22-36 വാക്യമനുസരിച്ച് എന്തൊക്കെയുള്ളവൻ അതെടുക്കട്ടെ എന്നാണ് കർത്താവ് അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? മടിശീല, ഭാണ്ഡം. 52 ചോദ്യം. വാൾ ഇല്ലാത്തവൻ എന്ത് വിറ്റ് വാൾ വാങ്ങട്ടെ എന്നാണ് കർത്താവ് അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? സ്വന്തം കുപ്പായം വിറ്റ്. 53 ചോദ്യം. എന്ത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് കർത്താവ് അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത്. 54 ചോദ്യം. അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് കർത്താവ് പറയാനുള്ള കാരണമെന്ത്? എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്, അതിനാൽ. 55 ചോദ്യം. ഇതാ ഇവിടെ എത്ര വാൾ ഉണ്ട് എന്നാണ് അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞത്? 2 വാൾ. 56 ചോദ്യം. ഇതാ ഇവിടെ 2 വാൾ ഉണ്ട് എന്ന് അപ്പസ്തോലന്മാർ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി എന്ത്? മതി. 57 ചോദ്യം. കർത്താവ് പതിവ് പോലെ എങ്ങോട്ടാണ് പോയത്? ഒലിവുമലയിലേക്ക്. 58 ചോദ്യം. യേശു പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയപ്പോൾ ആരാണ് യേശുവിനെ പിന്തുടർന്നത്? ശിഷ്യന്മാർ. 59 ചോദ്യം. ഒലിവുമലയിലെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത്? നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ.
60-ാമത്തെ ചോദ്യം. ഒലിവുമലയിലെത്തിയപ്പോൾ കർത്താവ് ശിഷ്യന്മാരിൽ നിന്ന് എത്ര ദൂരം മാറിയാണ് മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചത്? ഒരു കല്ലേറ് ദൂരം മാറി. 61-ാമത്തെ ചോദ്യം. ഒലിവുമലയിലെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചത് എന്ത്? പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. 62-ാമത്തെ ചോദ്യം. ഒലിവുമലയിലെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചപ്പോൾ ആരാണ് യേശുവിനെ ശക്തിപ്പെടുത്താൻ പ്രത്യക്ഷപ്പെട്ടത്? സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ. 63-ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് ഡാഷ് പോലെ നിലത്തു വീണു, രക്തത്തുള്ളികൾ പോലെ. 64-ാമത്തെ ചോദ്യം. യേശു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ എന്തു നിമിത്തം തളർന്നുറങ്ങുന്നതാണ് കണ്ടത്? വ്യസനം നിമിത്തം. 65-ാമത്തെ ചോദ്യം. എന്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? പരീക്ഷയിൽ. 66-ാമത്തെ ചോദ്യം. നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വന്ന ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നടന്നിരുന്നത് ആര്? 12 പേരിൽ ഒരുവനായ യൂദാസ്. 67-ാമത്തെ ചോദ്യം. യൂദാസ് എന്തു ചെയ്യാനാണ് മുമ്പോട്ട് വന്നത്? യേശുവിനെ ചുംബിക്കാൻ. 68-ാമത്തെ ചോദ്യം. ചുംബനം കൊണ്ടോ നീ ആരെ ഒറ്റിക്കൊടുക്കുന്നത് എന്നാണ് യേശു യൂദാസിനോട് ചോദിച്ചത്? മനുഷ്യപുത്രനെ. 69-ാമത്തെ ചോദ്യം. കർത്താവെ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ. 70-ാമത്തെ ചോദ്യം. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ ആരുടെ സേവകനെ വെട്ടിയാണ് അവൻ്റെ വലത്തുചെവി ഛേദിച്ചത്? പ്രധാന പുരോഹിതൻ്റെ. 71-ാമത്തെ ചോദ്യം. പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ വലത്തുചെവി ഛേദിച്ചത് യേശു എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്? അവൻ്റെ ചെവി തൊട്ട്. 72-ാമത്തെ ചോദ്യം. കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. 73-ാമത്തെ ചോദ്യം. ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും എവിടെയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാണ് യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞത്? ദേവാലയത്തിലായിരുന്നപ്പോൾ. 74-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല, എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, ഡാഷിൻ്റെ ആധിപത്യവും അന്ധകാരത്തിൻ്റെ. 75-ാമത്തെ ചോദ്യം. യേശുവിനെ പിടിച്ച് അവർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്? പ്രധാനാചാര്യൻ്റെ. 76-ാമത്തെ ചോദ്യം. യേശുവിനെ പിടിച്ച് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ആരാണ് യേശുവിനെ അനുഗമിച്ചത്? പത്രോസ്. 77-ാമത്തെ ചോദ്യം. അവർ എവിടെ തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോഴാണ് പത്രോസും അവരുടെ കൂടെ ഇരുന്നത്? നടുമുറ്റത്ത്. 78-ാമത്തെ ചോദ്യം. പത്രോസ് നടുമുറ്റത്ത് തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ആരാണ് പറഞ്ഞത് ഇവനും അവനോട് കൂടെയായിരുന്നു എന്ന്? ഒരു പരിചാരിക. 79-ാമത്തെ ചോദ്യം. ഇവനും അവനോട് കൂടെയായിരുന്നു എന്നു പറഞ്ഞ പരിചാരികയോട് പത്രോസ് പറഞ്ഞത് എന്ത്? സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല. 80-ാമത്തെ ചോദ്യം. ഇവനും അവനോട് കൂടെയായിരുന്നു എന്ന് പരിചാരിക പറഞ്ഞതിന് ശേഷം അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ട് പറഞ്ഞത് എന്ത്? നീയും അവരിൽ ഒരുവനാണ്. 81-ാമത്തെ ചോദ്യം. നീയും അവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞ വേറൊരാളിനോട് പത്രോസ് പറഞ്ഞത് എന്ത്? മനുഷ്യ, ഞാനല്ല. 82-ാമത്തെ ചോദ്യം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് പത്രോസിനെ പറ്റി വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞത് എന്ത്? തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെയായിരുന്നു,
ഇവനും ഗലീലക്കാരനാണല്ലോ. 83-ാമത്തെ ചോദ്യം. തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെയായിരുന്നു, ഇവനും ഗലീലക്കാരനാണല്ലോ എന്നു പറഞ്ഞവനോട് പത്രോസ് പറഞ്ഞ മറുപടി എന്ത്? മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. 84-ാമത്തെ ചോദ്യം. മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത്? കോഴി കൂവി. 85-ാമത്തെ ചോദ്യം. മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. അപ്പോൾ ആരാണ് പത്രോസിനെ നോക്കിയത്? കർത്താവ്. 86-ാമത്തെ ചോദ്യം. മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയപ്പോൾ പത്രോസ് ഓർമ്മിച്ചത് എന്ത്? ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം. 87-ാമത്തെ ചോദ്യം. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം ഓർമ്മിച്ചപ്പോൾ പത്രോസ് എന്തു ചെയ്തു? പത്രോസ് പുറത്തു പോയി മനംനൊന്ത് കരഞ്ഞു. 88-ാമത്തെ ചോദ്യം. 22-63 വാക്യമനുസരിച്ച് ആരാണ് യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തത്? യേശുവിന് കാവൽ നിന്നിരുന്നവർ. 89-ാമത്തെ ചോദ്യം. യേശുവിന് കാവൽ നിന്നിരുന്നവർ യേശുവിൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. 90-ാമത്തെ ചോദ്യം. 22-65 വാക്യമനുസരിച്ച് ആരാണ് യേശുവിനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞത്? യേശുവിന് കാവൽ നിന്നിരുന്നവർ. 91-ാമത്തെ ചോദ്യം. പ്രഭാതമായപ്പോൾ ആരൊക്കെ ഉൾപ്പെടുന്ന സംഘമാണ് സമ്മേളിച്ചത്? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം. 92-ാമത്തെ ചോദ്യം. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം യേശുവിനോട് നീ ആരാണെങ്കിൽ ഞങ്ങളോട് പറയുക എന്നാണ് പറഞ്ഞത്. നീ ക്രിസ്തുവാണെങ്കിൽ. 94-ാമത്തെ ചോദ്യം. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ എവിടെ ഇരിക്കും എന്നാണ് യേശു പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തോട് പറഞ്ഞത്? ദൈവശക്തിയുടെ വലത്തുവശത്ത്. 95-ാമത്തെ ചോദ്യം. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുവശത്തിരിക്കും എന്ന് യേശു പറഞ്ഞപ്പോൾ അവർ ചോദിച്ച ചോദ്യമെന്ത്? അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? 96-ാമത്തെ ചോദ്യം. അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി എന്ത്? നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന്. 97-ാമത്തെ ചോദ്യം. നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന് എന്ന് യേശു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്ത്? ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? അവൻ്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ട് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.